അങ്ങനെ ഞാനും ചിക്കൻ ഒരു വെറൈറ്റി ഐറ്റം കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. നിങ്ങളെല്ലാവരും ചിക്കൻ കബാബ് കഴിച്ചിട്ടുണ്ടല്ലോ, അതിനൊരു വെറൈറ്റി ഐറ്റമാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആവശ്യമായ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലോട്ട് ആവശ്യമായ വെളുത്തുള്ളി, ഇഞ്ചി, ഒരു പച്ചമുളകും പിന്നെ ഒരു സവാളയും മതി കേട്ടോ. സവാള നമ്മൾ 4ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം മിക്സിയിലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊതുവേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്. എന്നിട്ട് ഇതിലോട്ട് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ പൊതുവേ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ കല്ലുപ്പാണ് ഉപയോഗിച്ചത്. പിന്നെ നമുക്ക് മസാലയ്ക്ക് ആവശ്യമുള്ള എരിവിനുള്ള മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ കടുക് നമ്മൾ ഇതിലോട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ കറി മസാല, മഞ്ഞൾപ്പൊടി നമ്മൾ ഉപയോഗിക്കുക. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ആവശ്യമായ നാടൻ തൈരാണ് അടുത്തത് ഉപയോഗിക്കാൻ പോകുന്നത്. തൈര് ഉപയോഗിക്കുമ്പം നമ്മൾ അതിന് പുളിയും കൂടി നോക്കിക്കോണേ. ഞാൻ വാങ്ങിയ തൈര് നല്ല പുളിയുള്ള തൈരായതുകൊണ്ട് തന്നെ കുറച്ച് അതിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇവയെല്ലാം കൂടി ഒന്നും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അപ്പോഴേക്ക് ഇന്ന് നമ്മുടെ വെറൈറ്റി ചിക്കൻ്റെ മസാല റെഡിയായി കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലോട്ട് ഇട്ട് നല്ല രീതിയിൽ അങ്ങ് ഇളക്കി കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. എന്നാലും നമ്മൾ ചിക്കനിൽ അത് പിടിക്കത്തുള്ളൂ. പിന്നെ മെയിനായിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കണേ, മറക്കല്ലേ. ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഞാൻ 20 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ആവശ്യമായ പാൻ എടുത്തിട്ട് അതിലോട്ട് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓയിൽ പറയുമ്പോൾ ഇതിൽ മെയിൻ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഓയിലേ യൂസ് ചെയ്യുന്നില്ല, ആവശ്യത്തിനുള്ള ഓയിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോഴേക്കും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ ചിക്കൻ മസാലയിൽ നല്ല രീതിയിൽ മിക്സായി കാണും കേട്ടോ. അപ്പോൾ നമുക്ക് പാനിലോട്ട് ചിക്കൻ പീസുകൾ ഇങ്ങനെ 1-2 വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്ക് നമ്മൾ കുറച്ചും കൂടി ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. പൊതുവെ നമ്മൾ ഓയിൽ കുറവാണല്ലോ യൂസ് ചെയ്യുന്നത്, അതൊന്നും കൂടി ഒന്ന് ഗ്രില്ലായി കിട്ടാനാണ് നമ്മൾ ഓയിൽ ഒന്നും കൂടി സ്പ്രേ ചെയ്ത് നമ്മൾ കൊടുക്കുന്നത്. എന്താ പറയുന്നത്, വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്കിപ്പോൾ വായിൽ കപ്പൽ ഓടുവാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അവസാനം ആ ഗ്രില്ലായി കിട്ടുമ്പോൾ ആ ഫീലുണ്ടല്ലോ, പറയാൻ പറ്റില്ല. കഴിച്ച് നോക്കണം കേട്ടോ. ഞാൻ ട്രൈ ചെയ്തതിൽ ഇത് അടിപൊളി ഒരു ഐറ്റം തന്നെയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കഴിച്ച് നോക്കണം കേട്ടോ. എനിക്കിഷ്ടമായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടോ ഒന്ന് കമൻറ്റ് ഇടണേ, മറക്കല്ലേ.